ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് യൂസ് ചെയ്യുക. പില്യൺ റൈഡർ ഉണ്ടെങ്കിൽ പില്യൺ റൈഡറും തീർച്ചയായും ഹെൽമറ്റ് യൂസ് ചെയ്യണം. കഴിവതും ഫുൾ ഫേസ് ഹെൽമറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ വെറുതെ ഹെൽമറ്റ് ഉപയോഗിച്ചാൽ പോരാ, ഹെൽമറ്റിന്റെ സ്ട്രാപ്പ് നിർബന്ധമായും ക്ലിപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇടേണ്ടതാണ്. ജൂലൈ 6 ഞായറാഴ്ചയാണ്. സമയം ഏകദേശം 1 മണിയോട് അടുത്തിരിക്കുന്നു. ഒരു ചെറിയ യാത്ര പോയിട്ട് ഒത്തിരി നാളായി. എന്തായാലും ഹിമ്മിക്കുട്ടൻ റെഡിയാണ്. അവൻ്റെ മടിയൊക്കെ മാറി അവനെയും ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഹിമ്മിയുമായി നമ്മൾ യാത്ര തിരിക്കുകയാണ്. പോകുന്നത് പൊന്മുടിയിലേക്കാണ്. ആറ്റിങ്ങിൽ നിന്നും വളരെ ദൂരമൊന്നുമില്ല, പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ 13ാമത്തെ പൊന്മുടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പൊന്മുടിയിൽ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. நான் கேட்டது இந்த ஃபீல்ல நான் பாட்டு கேட்டேன். ஆனா அவர் எனக்கு கொடுத்தது, நான் சரி டான்ஸ்ல ஆடினேன்.
KSRTC കൊണ്ട് വെയിറ്റ് ചെയ്യാനുണ്ട് എല്ലാവരും. ഹെലിപ്പാഡ് കൂർക്കാർ നോക്കിയാണ് ഇവിടെ നോക്കിയാണ്. ഇത് വീഡിയോ ആണ്. ഇതാണ് പോണ്ടല്ലോ, ഉച്ചനാഞ്ചുള്ളി പോയിരിക്കാം. ിയേ ബസ് ആനക്കുട്ടി പാട്ടൊക്കെ ഇട്ടാ വരുന്നേട്ടാ. ഓ മൈക്ക് വിളിച്ച് പറഞ്ഞ് സംസാരിക്കുന്നത് ഇവിടെ. ഉല്ലാസയാത്ര ഉല്ലാസയാത്രയാണ് അത്. KSRTCയുടെ ഉല്ലാസയാത്രയാണ്. അതാണ് കോട കയറി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഭാഗം കണ്ടോ? ഇപ്പം അവിടെ കോടയില്ല. നമ്മൾ കോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല കോട വരുന്നുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് എത്രമാത്രം വിസിബിളാണെന്ന് അറിയാൻ വയ്യ. കോട കയറി വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിൽപ്പുണ്ട്. നമ്മൾ കോടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ആ ടവർ കാണുന്ന ഭാഗത്ത് കണ്ടോ? ഇവിടെയൊക്കെ നല്ല കോട. നേരത്തെ നമുക്ക് ടവർ കാണാമായിരുന്നു. ഇപ്പോൾ ടവർ കാണാൻ പറ്റാത്ത രീതിയിൽ കോട വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഫുള്ള് ഇവിടെ കോട കൊണ്ട് മൂടുന്ന സിറ്റുവേഷനാണ്. ഈ ബാക്ക് സൈഡ് കണ്ടോ? നമ്മൾ ഇരുന്നതിൻ്റെ ബാക്ക് സൈഡ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോട കയറി വരുന്നുണ്ട്. അതൊരു നല്ല തണുത്ത കാലാവസ്ഥയാണ്. ശരീരത്തിലൊരു കുളിര് കോരുന്നുണ്ട്. എന്തായാലും പൊന്മുടി ജൂലൈ മാസമാണിപ്പോൾ. ഇപ്പോൾ സമയം 3:30 മണിയായിരിക്കുന്നു. ഇന്ന് ജൂലൈ 6 തീയതി. ആറ്റിങ്ങിൽ നിന്നും 1 മണിക്കാണ് തിരിച്ചത്. 1 മണിക്ക് എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം വരുമ്പോൾ ടവർ ഭാഗമെല്ലാം നല്ല വിസിബിളായിരുന്നു. ഇപ്പോൾ കോട കയറി വരുന്നുണ്ട്. 3:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ. ഒരു അരമണിക്കൂറിനകത്ത് ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം കോട കൊണ്ട് നിറയുന്നതായിരിക്കും. എല്ലാ ആൾക്കാരും പല പല ഭാഗങ്ങളിലായി കാത്തിരിക്കുന്നുണ്ട് കോടയ്ക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊന്മുടിയിൽ നല്ല കോടയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കോടയും മഞ്ഞുമൊക്കെ കുറച്ചും കൂടെ ലക്കൊക്കെ വേണമെന്നാണ് പറയുന്നത്. കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ? കോട കയറി വരുന്ന കാഴ്ച കാണുന്നുണ്ടോ? കോട വരുന്നതിൻ്റെതാണ് സന്തോഷമാണ് ഈ കാണുന്നത്. ഇതാ കോട വരുന്നതിൻ്റെ സന്തോഷം കൂകി വിളിച്ചാർത്തുല്ലസിക്കുന്ന സഞ്ചാരികൾ. എല്ലാവരും ഓടുകയാണ്. ചെറിയ രീതിയിൽ മഴ പെയ്യുകയാണ്. കോട പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് മഴ വരുന്നത് നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ മഴയ്ക്ക് ശേഷം അതിശക്തമായ കോട വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പെയ്യുന്ന മഴ നല്ലതാണെന്ന പക്ഷക്കാരാണ് നമ്മൾ. കാരണം മഴയ്ക്ക് ശേഷം ശക്തമായ കോട വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ശരീരമൊക്കെ തണുത്ത് കയറുന്നു. എന്തായാലും പൊന്മുടിയിലെ കാഴ്ചകൾ, കോട കയറുന്ന കാഴ്ചകൾ കാണാൻ നമ്മൾ വെയിറ്റിങ്ങിലാണ്.
ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ മഴയ്ക്ക് ശേഷം പാർക്കിംഗ് ഏരിയ ഫുള്ള് കോട കയറിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല കോട കയറി വരുന്നുണ്ട്. എല്ലാവരും കോടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം പോയി പിടിച്ചിരിക്കും. നമുക്ക് മുകളിലോട്ട് പോകാമെന്ന്. നല്ല ഹൈറ്റ് കയറാറുണ്ട്. നമുക്ക് ചുറ്റാകെ കോട കയറി വരുന്നതാണ്. ഫുള്ള് കയറി വേണ്ട. ടവർ റൂമിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ പക്ഷേ ഞാൻ ടവർ റൂം കാണാൻ പോലും ഇല്ല. സമയം കണ്ടോ, 4 മണി. 4 മണി ആയില്ല. നമ്മളെന്തായാലും ആയി ശരി. എന്നാൽ പിന്നീടായിരുന്നു നമുക്ക് മുകളിലോട്ട് കയറാം. ഫോണിൽ റേഞ്ച് മുകളിലോട്ടുണ്ടെന്നാണ് ആശ പറയുന്നത്. എത്രമാത്രം സത്യമാണെന്നറിയില്ല. ഇവിടെ ഒരു കല്ലുണ്ട്. കിട്ടിയാ? ജിയോയ്ക്ക് റേഞ്ച് ഉണ്ടെന്ന് ആശ പറഞ്ഞത് ശരിയാണ്. ഇതേ കണ്ടോ, റേഞ്ചുണ്ട്. ഇവിടെ ഒരു കല്ലുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാൻ പാടാണ്. കാരണം ഇരിക്കണമെങ്കിൽ ഇരിക്കാം, പക്ഷേ ചെറിയ അട്ടയുണ്ട്. നമുക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ചെങ്കുത്തായ പാറ കയറുകയാണ്. പാർക്കിംഗ് ഏരിയ നിറയെ കോടയായിട്ടുണ്ട്. നോക്കാശേ, അടിപൊളി. ഇത് നേരത്തെ കണ്ട പാർക്കിംഗ് ഏരിയ ആണോ നോക്കി. കണ്ടോ, കാണുന്നുണ്ടോ എന്തെങ്കിലും? ഒന്നും കാണത്തില്ല. കാരണം നമ്മൾ നേരത്തെ ഇരുന്ന ഭാഗമാണ്. ആ ടവർ റൂമൊക്കെ വരുന്ന ഭാഗമാണ്. ആടാട് ഇവിടെ എല്ലാം കോടയാണ്. പക്ഷെ അവിടെ കണ്ടോ, ആ ഒരു മല മാത്രം കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മാത്രം വെയിലാണ്. സമയം 4:05 നമ്മൾ 4 മണിക്ക് കണ്ട കോടയെല്ലാം മാറി വീണ്ടും അന്തരീക്ഷം തെളിഞ്ഞിരിക്കുകയാണ്. ആ മഴയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന അതിശക്തമായ കോടയാണ് മാറിയിരിക്കുന്നത്. അടുത്ത KSRTC ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. സമയം ഏകദേശം 4:30 അടുക്കുന്നു. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നല്ല തിരക്കായി വരികയാണ്. പറയുന്നത് പോലെ 4 മണിക്ക് ശേഷം മുകളിലോട്ട് കയറ്റി വിടുകയില്ല. എന്നിരുന്നാൽ പോലും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവുകയാണ്. പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസും മറ്റുമൊക്കെ ഒരു ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക കഴിവതും. ഉത്തരവാദിത്തപ്പെട്ട സഞ്ചാരിയായി തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും പോവേണ്ടത്. ഇപ്പോഴും ആൾക്കാർ നിൽപ്പുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിരിക്കുന്നു. നമ്മൾ താഴെ വന്നു. താഴെ വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു. ഒരു ചായയും അതുപോലെ ബ്രെഡ് ഓംലെറ്റും കഴിച്ചായിരുന്നു. നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ്.
തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും മനോഹരമായിരിക്കുന്നു. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്, എൻ്റെ കുറുമ്പാണ്, എങ്കിലും നീയാണ്. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. സമയം 4 മണി. 4 മണിക്ക് പൊന്മുടിയിലെ കോടയാണ് ഈ കാണുന്നത്. ഈ ചെറിയ മഴ ചാറിയതിനു ശേഷം കാണുന്ന കാഴ്ചയാണ്.